ഹല്ലേലൂയ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃ ദിവസത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാശകരമായ കുഴിയിലും ഹല്ലേലൂയ സ്തോത്രം പാപത്തിന്റെ പടുകുഴിയിലും ഒക്കെ ആയിരുന്ന സ്ഥാനത്ത് യേശു കർത്താവിന്റെ കാൽവറി യാഗത്തിൽ കൂടെ നമ്മെ വീണ്ടെടുത്ത ആ മഹാകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവ് നമ്മോട് കാണിച്ച ആ മഹാസ്നേഹത്തെ എങ്ങനെ വിവരിക്കുവാൻ പിശാച് അല്ലേലിയ തന്ത്രങ്ങളിൽ കൂടെ വെളിച്ചതൂരിൻ്റെ വേഷം ധരിച്ച് നമ്മയുടെ ശ്രദ്ധ യേശുവിൽ നിന്ന് മാറ്റി നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുവാൻ വാദിച്ചു നിൽക്കുമ്പോൾ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുവാൻ ആടുകളുടെ വലിയ ഇടയനാകുന്ന യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി മാറിയത് ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. സ്വത്രം. കള്ളനാകുന്ന പിശാച് വില കൊടുക്കാതെ ഒന്നും ചെയ്യാതെ മനുഷ്യ ജീവിതങ്ങളെ കഷ്ടത്തിലാക്കി അവരെ കൊണ്ട് ക്രൂരത പ്രവർത്തിപ്പിച്ച് ഹല്ലേലൂയ അവരെ കൊണ്ട് മ്ലേച്ഛത പ്രവർത്തിപ്പിച്ച് ഹല്ലേലൂയ കഠിനഹൃദയന്മാരാക്കി അവസാനം നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ നടത്തി, പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയ നമുക്ക് വേണ്ടി രക്ഷയുടെ പദ്ധതി ഒരുക്കി യേശു കർത്താവിനെ ആരാധിപ്പാൻ തന്ന ഭാഗ്യപദവിയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശാലെന്നെല്ലാം തന്ത്രങ്ങളാമനെ, പക്ഷെ എന്തെല്ലാം മനഞ്ഞാൽ ഒരു കാര്യം, യേശുവാണ് തന്റെ ജീവൻ കാൽവറിയിൽ കൂടി നമ്മളെ വീണ്ടെടുത്തത്. കാൽവറിയിൽ യാഗമായി നമ്മളെ വീണ്ടെടുത്തത് യേശു കർത്താവ്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിപ്പാൻ തന്ന ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പലവിധമായ കാഴ്ചകളും ആലോചനകളും ഒക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് ഏറ്റവും ഒടുവിൽ കണ്ടൊരു കാഴ്ച നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വലിയ കെട്ടിടങ്ങൾക്ക് അറിയാം, 10-15 നിലയുള്ള കെട്ടിടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം. അകത്ത് ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിന്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റെയർ കേസ് കാണും. ഇത് രണ്ടും കൂടാതെ തന്നെ പുറകുവശത്തായി ഹല്ലേലൂയ ഈ ഇരുമ്പ് പടികൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഒരു ഗോവേണിയും അവിടെ വെച്ചേക്കും. പെട്ടെന്ന് പുറത്തിറങ്ങാൻ, മറ്റേത് രണ്ടും സ്റ്റക്കായാൽ പുറത്തിറങ്ങാം. ഹല്ലേലൂയ. അങ്ങനെ വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഗോവേണിയിൽ കൂടെ ഈ അഗ്നിപർവ്വതം പൊട്ടുന്ന ലാവ പോലെ, അത് തീരെ വെള്ളം പോലെ അല്ലിതിരിക്കുന്ന കൊഴുത്ത ദ്രാവകമാണ്, അതുപോലെ ഒഴുകി ഇറങ്ങി വരുന്നൊരു കാഴ്ച ദൈവം കാണിച്ചു. അർത്ഥം, മഹാമാരിയോട് തീരുന്നതിന് മുൻപ് അടുത്തതെന്തോ വരുന്നുണ്ട്. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഇനി കുറയുമല്ല, ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ പിശാച് വെളിച്ചതൂതിന്റെ വേഷം ധരിക്കും, തന്ത്രങ്ങൾ മെനയും, കഴിയുന്നിടത്തോളം പേരെ വീഴ്ച കളയാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കും. അവിടെയാണ് ദൈവജനം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ പോരാടി തങ്ങളുടെ വിരുദ് പ്രാപിക്കുവാൻ, നിത്യത ഉറപ്പാക്കുവാൻ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, മയങ്ങിപ്പോയാൽ സാരമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്നൊക്കെ ഹല്ലേലൂയ വിചാരിക്കുന്ന പലരുമുണ്ട്. പക്ഷേ അറിയാത്ത നേരത്ത് ഒന്നുകിൽ മരണം വരാം, അല്ലെങ്കിൽ കാഹളം ഒലിക്കാം. രണ്ടിലേതായാലും ഒരുങ്ങിയിരിക്കുന്നവർ പറഞ്ഞു, അല്ലാത്തവർ കൈവിട്ടു പോകും. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാളുകളിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 11 അധ്യായം അതിൻ്റെ 17 മുതൽ നമുക്ക് താഴോട്ട് വായിക്കാം. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നു എങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്ര ചുമക്കുന്നു എന്നെ ഓർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിനെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയൂ. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. നെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീ ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്നും നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികം ഒട്ടിക്കും. ഹല്ലേലൂയ. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രത്യേക ഫേസ്ബുക്കിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. സ്തോത്രം. ഈ മെസ്സേജുകൾ ചിലാഴ്ചകളായുള്ള മെസ്സേജുകൾ യൂട്യൂബിലുമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ പ്രിയമുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. സ്തോത്രം. മാത്രമല്ല, നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ അതും അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഓർക്കുക, നമുക്ക് ഈ അന്ത്യനാളുകളിൽ പത്യവചനമാണ് വേണ്ടത്. സത്യവചനം. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. കുറെ കഥകളും കാര്യങ്ങളും കേട്ടിട്ടൊന്നും നമ്മുടെ ആത്മാവിന് പ്രയോജനപ്പെടുന്നതാകത്തില്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. നമുക്ക് രസം പകരുന്ന, സന്തോഷം പകരുന്ന, ഹല്ലേലൂയ, തിയേറ്ററിൽ കയറി സിനിമ കണ്ടാൽ 2.5 മണിക്കൂർ തട്ടകസിച്ച് ചിരിച്ച് രസിക്കുന്ന അനുഭവം പോലെ കേൾക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് പ്രയോജനം വരത്തില്ല. ആത്മാവിന് പ്രയോജനം വരണമെങ്കിൽ പത്യവചനവും സത്യവചനവും കേൾക്കണം. അതുകൊണ്ടേ നമ്മുടെ ആത്മാവ് പണിയപ്പെടത്തുള്ളൂ. ജീസസ്. ആത്മാവാകുന്ന വിളക്കിലേക്ക് പിന്നെയും പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകരപ്പെടണമെങ്കിൽ സത്യവചനത്താൽ, പത്യവചനത്താൽ നാം ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാത്തതെല്ലാം ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ സത്യവചനമാ കേൾക്കുന്നെങ്കിൽ, പത്യവചനമാ കേൾക്കുക, അത് നമ്മുടെ അകത്ത് നിൽക്കും. ജീസസ്. ഈ നാളിൽ നമുക്കതാ വേണ്ടി. പിശാചിനോടുള്ള മൽപ്പിടുത്തത്തിൽ, പോരാട്ടത്തിൽ സത്യവചനം കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. അതെടുത്ത് വെട്ടാൻ കഴിയണമെങ്കിൽ അത് തന്നെ ആയിരിക്കണം നമ്മുടെ അകത്തിരിക്കേണ്ടത്. അല്ലാത്തതൊക്കെ കേട്ടിട്ട് അതൊന്നും തിരിച്ചു പറഞ്ഞ പിശാചിനേക്കത്തില്ല. ജീസസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. കാരണം നല്ല വചനം പറയുന്നത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമല്ല. അത് അനേകരെ കേൾപ്പിക്കത്തുമില്ല. സ്തോത്രം. അല്ലാത്തതൊക്കെ കേൾക്കാൻ ഇഷ്ടംപോലെ ആളുണ്ട്. ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിത്യത്തിൽ എത്തുകയില്ലെന്നുള്ളത് മറന്നു പോകരുത്. ജീസസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിവിടെ വായിച്ചത് കൊമ്പുകളിൽ ചിലരെ ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവരുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. മതി, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവജനത്തെ അല്ലെങ്കിൽ അഥവാ യഹൂദനെയും ദൈവജനത്തെയും നല്ല ഒലിവൃക്ഷത്തോട് ഉപമിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പോ ഹല്ലേലൂയ, യഹൂദന് ഹല്ലേലൂയ നല്ല ഒലിവൃക്ഷമായിരുന്നൊരു കാലത്ത്. എന്നാൽ പിന്നത്തേതിൽ
അവിശ്വാസ നിമിത്തവും അനാചാരങ്ങൾ നിമിത്തവും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അവർ അകർന്നുപോയി, വിഗ്രഹാരാധനയിൽ അവർ മുഴുകി, അന്യദൈവങ്ങളെ സേവിച്ചു, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവർ അകന്നു മാറി. നിമിത്തം ആ നല്ല ഒലിവുമരം എന്ത് ചെയ്തു? ആ കൊമ്പുകളെല്ലാം വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ മറുവശത്ത് ഹല്ലേലൂയ പ്രയോജനമില്ലാത്ത കാട്ടൊലിവ് മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഞാനും നിങ്ങളും. കാട്ടൊലിവ് മരമായി നമ്മൾ, ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ മഹാകരുണയാൽ ഇവിടെ എന്ത് ചെയ്താ പറഞ്ഞേ? കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ. അപ്പൊ ഈ നല്ല ഒലിവുമരം ഫലമില്ലാതായി പോയി. അതൊന്ന് പറഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ നല്ല കാര്യത്തിൽ മാവ്, പ്ലാവ് ഒക്കെ നട്ടുപിടിപ്പിക്കും. പേര, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെയുള്ളതൊക്കെ നട്ടുപിടിപ്പിച്ച് അത് നല്ല വളർന്ന് പന്തലിച്ച് തഴച്ചു നിൽക്കും. പക്ഷേ ഫലം വരികയില്ല. അതിന്റെ ഫലം വരത്തില്ല. സ്തോത്രം. പ്ലാവിനെയാണെങ്കിൽ നമ്മൾ മച്ചിപ്ലാവ് എന്നൊക്കെ പറയും. അതുപോലെ ഫലമില്ലാതായി പോകും. അങ്ങനെ യഹൂദൻ ഫലമില്ലാതെ പോയപ്പോൾ ആ വൃക്ഷത്തിന്റെ കൊമ്പുകളെ വെട്ടിയിട്ട് കാട്ടൊലിവായി നിന്നെ ആ വെട്ടിക്കളഞ്ഞ കൊമ്പിലോട്ട് ചേർത്ത് വെച്ചു, ബഡ് ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ചേർത്ത് വെച്ച് ബഡ് ചെയ്തു. അങ്ങനെ ബഡ് ചെയ്ത നിമിത്തം ആ നല്ല വൃക്ഷത്തിന്റെ, നല്ല ഒലിവുമരത്തിന്റെ ഫലം നിന്നിൽ നിന്ന് പുറപ്പെടുവാൻ തക്കവണ്ണം നല്ല ഒലിവുമരത്തോട് കാട്ടൊലിവായ നിന്നെ ചേർത്തു വെച്ച് ബഡ് ചെയ്ത മഹാദൈവത്തിന്റെ മഹാകൃപ. ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയമെടുക്കുന്ന. എന്നിട്ട് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തിട്ട് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോ നോക്കിയേ, ഹല്ലേലൂയ, സ്തോത്രം. ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേര് വലിച്ചെടുക്കുന്ന നല്ല ആത്മീയ അനുഭവങ്ങൾ, നല്ല ആത്മീയ ഫലങ്ങൾ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ വേര് വലിച്ചെടുക്കുന്ന നല്ല വളം നിന്നിലേക്ക് കയറി വന്നു. ഫലം പുറപ്പെടുവിക്കാൻ. ഹല്ലേലൂയ. എന്നിട്ട് എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കാം. അപ്പം പ്രിയമുള്ള വലിയ ഒരു കാര്യം ഓർക്കണം. ബഡ് ചെയ്ത് നിന്നെ ആ നല്ല ഒലിവുമരത്തോട് ചേർത്തൊട്ടിച്ചപ്പോ നിന്നെ ഈ മരം ചുമക്കുന്നു എന്ന് പറഞ്ഞല്ല പ്രശംസിക്കേണ്ടത്. പിന്നെ വേരാണ്, വൃക്ഷത്തിന്റെ വേര് ആഴത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നീ അവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എന്നിട്ട് എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. അപ്പൊ ഇപ്പം നമ്മള് പ്രശംസ പറയുന്ന അവരെ തള്ളിക്കളഞ്ഞിട്ടാ എന്നെ എടുത്ത്, അല്ലെങ്കിൽ അവരെ വെട്ടിക്കളഞ്ഞിട്ടാണ് എന്നെ അവിടെ ചേർത്ത് വെച്ച് ബഡ് ചെയ്തത് പറയരുത്. ഹല്ലേലൂയ. ശരി, അവിശ്വാസത്താൽ അവ എന്നാ കാര്യം? അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. പിന്നെ വിശ്വാസത്താൽ നിൽക്കുന്നു. വിശ്വാസത്താലാണ് നീ ഇപ്പം ആ നല്ല മരത്തോട് ചേർന്ന് നിന്നെ ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. വിശ്വാസത്താൽ. അതുകൊണ്ട് നീ തീരുന്ന പറഞ്ഞേ, ഞെളിയാതെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഞെളിയരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു അല്പം കൃപ കിട്ടിയാൽ ഞെളിയരുത്, ഭയപ്പെട്ടോണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഗ്രന്ഥിലേഖനത്തിൽ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. പ്രവചനമോ എന്തൊക്കെ വരങ്ങളുണ്ടെന്നല്ലേ അംശമായിട്ടേ ഉള്ളൂ. അതൊന്നും പൂർണ്ണതയിലല്ല ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇല്ല, അംശ. അപ്പൊ ഈ അംശത കിട്ടിയത് കൊണ്ട് ഞെളിയരുത്. എന്ത് ചെയ്തോണം?
ഭയപ്പെട്ടു നിന്നോണം. ഹല്ലേലൂയ. 10:12 നോക്കിക്കേ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നു. എന്റെ കാര്യം നിന്നെ ബഡ് ചെയ്തതാ. നീ വേരിൽ നിന്ന് മുളച്ചു വന്ന വൃക്ഷമായി നിൽക്കുകയല്ല. നീ എന്ത് ചെയ്തു? നല്ല വൃക്ഷമായ ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് മുറിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്നെ ബഡ് ചെയ്ത് ചേർത്തതാ. സ്വന്തം. അപ്പോ ഇത് ഈ ബഡ് ചെയ്ത കൊമ്പിന്, നമുക്കറിയാം റോസ മാവും ഒക്കെ ബഡ് ചെയ്ത, ഈ ബഡ് ചെയ്ത കൊമ്പിന് അതിന്റെ പരിചരണം കൊടുത്തില്ലെങ്കിൽ കാറ്റടിച്ചാൽ ഇത് ഒടിഞ്ഞു പോകും. അതിന്റെ പരിപാലനത്തിൽ അതിനെ നിർത്തിയെങ്കിലേ അത് നിൽക്കത്തുള്ളൂ. അത് പറഞ്ഞാ പറഞ്ഞേ, ആ വിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയെങ്കിൽ നീ എന്ത് ചെയ്തോണം? വിശ്വാസത്തിൽ ആഴത്തിൽ വേരിറക്കി ഉറച്ചു നിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വീഴാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. താങ്ക് യു ജീസസ്. അധികം ഞാൻ മിഷനിലെ മറ്റൊരു ഭാഗത്തേക്ക് വന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ ഹല്ലേലൂയ. കണ്ടോ? സ്വാഭാവിക കൊമ്പുകളിൽ നിന്ന് ഫലം പുറപ്പെടാതിരുന്നപ്പോൾ അവയെ ദൈവം ആദരിക്കാതെ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വാഭാവിക കൊമ്പുകളിൽ നിന്ന് ആ യജമാനൻ ആഗ്രഹിച്ച ഫലം കാണാഞ്ഞപ്പോൾ അതിനെ വെട്ടിക്കളഞ്ഞതുപോലെ നീയും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നിന്നെയും വെട്ടിക്കളയും. അതാണ് പറയുന്നത്. എന്നാ പറയുന്നേ? സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹോവിയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ദൈവത്തിനൊരു നിയമം. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാമേ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം മോശയിൽ കൂടെ ജനത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു നിയമമുണ്ട്. പെസഹായും ചോരത്തളിയും ആചരിച്ച് ദൈവം അവരോട് നിയമം ചെയ്തു. നീ നിയമത്തിൽ നിന്നാൽ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴും ഇത് ഞാൻ നിയമത്തില, ദൈവത്തിന്റെ പ്രവൃത്തിയില്ല, നിയമത്തില്. ആ നിയമത്തിൽ നിന്നാൽ നിൽക്കാഞ്ഞതുകൊണ്ട് അവരെ വെട്ടിക്കളഞ്ഞു. അതിന് പകരം കാട്ടൊലിവായിരുന്നു നിന്നെ ആ നല്ല വൃക്ഷത്തോട്, നല്ല ഒരു മരത്തോട് ചേർത്തൊട്ടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഹല്ലേലൂയ. സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ, സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ഹല്ലേലൂയ. അപ്പൊ സ്വാഭാവിക കൊമ്പുകളായിരുന്നു അവര്. ഹല്ലേലൂയ. അവരെ ആദരിച്ചില്ല. എന്തുകൊണ്ടാ? അവര് തന്റെ നിയമത്തിൽ നിന്നില്ല. ജീസസ്. അതെ, നിന്നെ ചേർത്തൊട്ടിച്ചപ്പോൾ നീയും ആ നിയമത്തിൽ നിന്നില്ലെങ്കിൽ നിന്നെയും ആദരിക്കാതെ പോകും. പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ പിശാച് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു തന്ത്രങ്ങളും മനഞ്ഞ് കടന്നു വരുന്നത് നിന്നെ ആ നല്ല ഒരു ഉച്ചത്തിൽ നിന്ന് വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ്. ജീസസ്. വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, വളരെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കും. പിശാചിന് സാധാരണ ജനത്തെ വേണ്ട. അവൻ ദിവസവും പ്രതി അങ്ങനെയുള്ളവരെ കൊന്നും തൂക്കിലിട്ടും ഒക്കെ ഇങ്ങനെ വിവിധ നിലകളിൽ അവരുടെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവജനത്തെയാണ് അവന് വേണ്ടിയത്. ജീസസ്.
അതുകൊണ്ട് ആ പീഡനങ്ങൾ, ഒരു വശത്ത് പീഡനങ്ങൾ ശക്തമായി അഴിച്ചുവിടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവജനത്തെ എങ്ങനെ വീഴിക്കാം, എങ്ങനെ അവരുടെ നിത്യത നഷ്ടപ്പെടുത്താം, ഇതാ പിശാചിന്റെ ലക്ഷ്യം. അത് ദൈവജനം തിരിച്ചറിയേണ്ടിയിരിക്കും. ഭേദാഭേദങ്ങളെ തിരിച്ചറിയേണ്ടിയിരിക്കും. അവിടെയെ രക്ഷപ്പെട്ട് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് പിന്നെ പറയാണ്, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. നോട്ടീസ് how God is both kind and severe. നമ്മുടെ മലയാളം വാക്ക് കട്ടി അവിടെ ഖണ്ഡിതം എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മലയാളത്തിൽ അങ്ങനെ ചില വാക്കുകൾക്ക് ചില പ്രത്യേകത. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാക്ക് കേട്ട് അന്തിച്ചു പോയി. സ്തോത്രം. 3 അക്ഷരമേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം വാക്കായിരുന്നു. ഞാൻ മറന്നുപോയില്ലേ, പിന്നെ പറയാൻ. സ്തോത്രം. ഹല്ലേലൂയ. നോട്ടീസ് how God is both kind and severe. കണ്ടോ, ഒരു വശത്ത് കരുണയുള്ള ദൈവമാണ്, ദയുള്ള ദൈവമാണ്. അപ്പൊ തന്നെ അപ്പുറത്ത് സിവിയർ എന്ന് പറഞ്ഞ കോപമുള്ള ആളാണ്. സ്തോത്രം. പിന്നെ he is very hard on those who disobey. അപ്പം അനുസരണം കെട്ടവരോട് അവൻ കഠിന ഹൃദയനാണ്. ജീസസ്. എന്നിട്ട് പിന്നെ പറയുന്നു, but very good to you if you continue to love and trust him. അപ്പം നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ ഹല്ലേലൂയ സ്നേഹിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ, he is very good to you. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. എന്നിട്ട് പറയാണ്, but if you don't, you too will be cut off. ഹല്ലേലൂയ. അതാണ് നമ്മൾ മലയാളം വാക്യത്തിൽ ഒടുവിൽ വായിച്ച്, നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അവിശ്വാസത്താൽ നിലനിൽക്കാൻ അവരെ വീണ്ടും ദൈവം ഒട്ടിപ്പാൻ ശക്തനല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ അടുത്ത് പറയുന്നു, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്തു, സ്വഭാവത്തിന് വിരുദ്ധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. സ്വഭാവത്താൽ നമ്മൾ ആരായിരുന്നു? കാട്ടുമരമായിരുന്നു. കാട്ടുമരത്തിന്റെ സ്വഭാവമാണ് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എടുത്ത് പറഞ്ഞില്ലേ, മുള്ളിൽ നിന്ന് മുന്തിരിങ്ങായും ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം പറിക്കുമെന്ന് ചോദിച്ചു ജീസസ്. അപ്പോ മുള്ളിന്റെയും ഞെരിഞ്ഞിലിന്റെയും സ്വഭാവമായിരുന്നു വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാട്ടുമരത്തിന്റെ സ്വഭാവമായിരുന്നു വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പം ഇവിടെ പറയുന്നു, സ്വഭാവത്താൽ എന്തായിരുന്നു? കാട്ടുമരമായതിൽ നിന്ന് നിന്നെ എന്ത് ചെയ്തു? മുറിച്ചെടുത്തു. എന്നിട്ട് സ്വഭാവത്തിന് വിരോധമായി, വിപരീതമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചു. എങ്ങനെ? കാട്ടുമരത്തിന്റെ സ്വഭാവം മാറി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം വെളിപ്പെടുവാൻ സ്നേഹം, സമാധാനം, സന്തോഷം, പരോപകാരം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത എന്ന് ചെയ്തേയം 9 കാര്യങ്ങൾ. ഇത് വെളിപ്പെടുവാൻ കാട്ടുമരമായിരുന്നു. 15 കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നു, വെളിപ്പെടുമായിരുന്നു. ആ 15 കാര്യങ്ങളെ മാറ്റിയിട്ട് 9 കൂട്ടം നന്മകൾ വെളിപ്പെട്ടു വരുവാൻ എന്നെ ചെയ്തു? കാട്ടുമരത്തിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് നല്ല ഒരു മരത്തിൽ ചേർത്തൊട്ടിച്ചു. ജീസസ്. ഹല്ലേലൂയ. അപ്പോ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒരു മരത്തിൽ. അപ്പൊ ദൈവം ഇത് നമ്മളോട് ചെയ്തെങ്കിൽ മറ്റവരോടും ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ കോപം എന്നും നിലനിൽക്കുന്നതല്ല. അതിന് അവർക്കൊരു അവസരം വെച്ചിട്ടുണ്ട്. മഹോദ്രവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരെ തിരികെ പിന്നെയും ആ നല്ല കാട്ടുമരത്തിൽ, നല്ല ഒലിമരത്തിൽ
അവരെ ഒട്ടിക്കും. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മളും തിരിഞ്ഞു നോക്കാം. ഹല്ലേലൂയ. ഏത് അനുഭവത്തിലായിരുന്നു? സ്തോത്രം. കൊലോസ്യ ലേഖനം 2:6-7 എന്ന് വായിച്ചാൽ. കൊലോസ്യ ലേഖനം 2:6-7. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധനവ് പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞു ഇരിപ്പി. അവിടെ പറയുന്ന ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. കണ്ടോ? അപ്പം കാട്ടൊലിവായിരുന്ന നിന്നെ അവിടുന്ന് മുറിച്ചെടുത്തത് എന്ത് ചെയ്തുകൊണ്ടെന്നു? നല്ല ഒലിവ് വൃക്ഷമാകുന്ന യേശുവിനോട് ചേർന്ന് നടപ്പാൻ തക്കവണ്ണം ഒട്ടിച്ചു ചേർത്തു. എന്തിന്? യേശുവിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ഫലം നിന്നിലും വെളിപ്പെടുവാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? യേശുവിന്റെ കൂട്ടായ്മയിൽ ചേർന്ന് നടക്കണം. പിന്നെ എന്ത് ചെയ്യണം ഇനി? അപ്പോ നോക്കിക്കേ, യേശുവിൽ വേരൂന്നണം, ആത്മീയ വർധന പ്രാപിക്കണം. നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കണം, സ്തോത്രത്തിൽ കവിയണം. അപ്പം യേശുവിൽ വേരൂന്നണം. ഇപ്പൊ എവിടെ ഇരിക്കുന്നേ? നല്ല ഉരുവരത്തിന്റെ കൊമ്പിനോട് ചേർത്ത് ബഡ് ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ബഡ് ചെയ്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോ ഹല്ലേലൂയ, ആഴത്തിലിറങ്ങി ഈ വേരിറങ്ങി വലിച്ചെടുത്ത് കൊണ്ടുവരുന്ന നല്ല ആ ലവണങ്ങളൊക്കെ എന്ത് ചെയ്യും? നീ വലിച്ചെടുക്കുക. സ്തോത്രം. എന്നാൽ അങ്ങനെ ആണെങ്കിൽ പോലും ചിലര് അവിടെ നിന്ന് ശോഷിച്ചു പോകും. അവർക്ക് വലിച്ചെടുക്കുവാനുള്ള പ്രാപ്തിയില്ലാതെ പോകും, ബലമില്ലാതെ പോകും. നമുക്കറിയാം, ചിലരെ കണ്ടാല് അവരങ്ങ് വല്ലാതെ ഉണങ്ങി ഈർക്കിൽ പോലെ ഇരിക്കും. എന്നാന്നറിയോ? എന്നാൽ അവർ ഒരുപാട് ഭക്ഷണം കഴിക്കും. എത്ര ഭക്ഷണം കഴിച്ചാലും അവരുടെ ശരീരത്തെ പിടിക്കുകയില്ല. എന്തോ തകരാറ് ഉണ്ട്. സ്വന്തം. അപ്പൊ ഇതുപോലെയാണ്. നല്ല ഒരുമത്തോട് ചേർത്തൊട്ടിച്ചെങ്കിലും ചിലത് എന്ത് ചെയ്യില്ല? ഫലം പുറപ്പെടുകയില്ല. കാരണം ആഴത്തിൽ നിന്ന് കയറി വരുന്ന സ്തോത്രം ലവണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആ വളം വലിച്ചെടുക്കാൻ കഴിയാതെ ഇത് നിന്ന് വെറുതെ കുറെ ഉണങ്ങിപ്പോകും. ജീസസ്. എന്നാൽ നന്നായി അതാ വിത്തുകളുടെ ഓമ കർത്താവ് പറഞ്ഞേ, പാറസ്ഥലത്ത് വീണതുപോലെ, മണ്ണിൽ വീണതുപോലെ, മുള്ളുകളുടെ ഇടയിൽ വീണതുപോലെ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാം കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു? പോയി. പിന്നെ അവസാനം വന്ന് എന്ത് ചെയ്തു? നല്ല നിലത്ത് വീണു. അവിടെയും ഒരു വ്യത്യാസം വന്നു. ഹല്ലേലൂയ. നല്ല നിലത്ത് വിതച്ചിട്ടും ചിലത് 30 തന്നുള്ളൂ, ചിലത് 60 തന്നുള്ളൂ, ചിലതാണ് 100 തന്നു. അപ്പൊ നോക്കി, സ്വാഭാവിക കുന്നുകളെ വെട്ടിക്കളഞ്ഞിട്ട് നല്ല ഒലിവുമരത്തോട് ചേർത്തൊട്ട് ഈ കാട്ടൊലിവിന്റെ കൊമ്പുകള് ചിലത് എന്ത് ചെയ്തു? 30 തന്നുള്ളൂ, ചിലത് 60 തന്നുള്ളൂ, ചിലതേ 100-ലെത്തിയുള്ളൂ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മൾ കൊലോസ്യത്തിൽ വായിച്ച തന്നെ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ വേരൂന്നണം, ആഴത്തിലിറങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, എത്ര വേനൽക്കാലം വന്നാലും നല്ല ഉയരത്തിൽ നിൽക്കുന്ന മരങ്ങളുടെ ഇലയ്ക്ക് അവന്റെ പച്ചപ്പ് പോകത്തില്ല. കാരണം എത്ര ഉയരത്തിൽ നിൽക്കുന്നു അത്രയും ആഴത്തിൽ ഇതിന്റെ വേരിറങ്ങിച്ചെന്നു. അതുകൊണ്ട് തന്നെ എവിടെ വെള്ളമുണ്ടെന്ന് അത് തപ്പിപ്പിടിച്ച് വേരുകൾ അവിടെ ചെന്ന് വെള്ളം വലിച്ചെടുക്കും. ഇതുപോലെ ക്രിസ്തുവിനോട് ചേർന്ന് ആഴത്തിലിറങ്ങുന്ന ദൈവവചനത്തിന്റെ ആഴത്തിൽ കൂടെ ഇറങ്ങിച്ചെല്ലുന്നവരിലേക്ക് ആ വചനത്തിൽ കൂടിയുള്ള ആത്മീയ അനുഭവങ്ങൾ ഒഴുകി വരുമ്പോൾ അവർ ഹല്ലേലൂയ 30 60 100 എത്തിച്ചേരുവാനിടയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ എന്ത് ചെയ്യണം? അവന്റെ കൂട്ടായ്മയിൽ നിൽക്കണം.
അവനിൽ വേരൂന്നണം. ഹല്ലേലൂയ. ആത്മീയ വർധനവ് പ്രാപിക്കണം. യേശുവിൽ വേരൂന്നി ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശുവിനോട് ചേർന്ന് ഇഴുകിച്ചേർന്ന് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, യേശുവിന്റെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. അവൻ അത്ഭുത മന്ത്രിയാകിയാൽ ആ മനസ്സിലുള്ളത് നമുക്ക് വേണ്ടി പറയും. വചനത്തിൽ എങ്ങനെ വായിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. ഓ, ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്ന പരിശുദ്ധാത്മാവ് യേശുവിൽ ആഴത്തിൽ വേരൂന്നി ഇറങ്ങിച്ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുവിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കും. തന്റെ മനസ്സിനകത്തുള്ളത് ആരെ നമുക്ക് തുറന്നു തരുവാനിടയാണ്. ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റബറകമന മസിയറകദനിയ അൽകറഗദ ഗസിയതദതർ ഖബലഗ സതുനാറഗദന അർദ്ധക്ഷരഗനഗടഗബറംഘനി നിഗദനി അർദ്ധനക്ഷബലഗടഗബറന്തൽ കടകര അടച്ചി മരക്കമരേദഗരാജഗറന്തൽ കടകര. പഴയകാലത്തെ കസേര, ഹല്ലേലൂയ, ചാരുകസേരയും ഒരു വശത്തിന് ചാരുകസേരയും മറുവശത്ത് തടി കൊണ്ടുള്ള ആ പഴയകാലത്തെ കസേരയുമായി ആലയിലിരിക്കുന്ന പാരമ്പര്യ ശക്തികൾ ആലയിലെ വാദിച്ചു നിൽക്കുന്ന മേഖലകളിൽ, ഭവനങ്ങളിൽ വചനം തീയായി ഇറങ്ങിച്ചെല്ലട്ടെ. വചനം ആഴത്തിലേക്ക് ഇറങ്ങി യേശുവിൽ വേരൂന്നി വളർന്ന് പന്തലിക്കത്തക്കവണ്ണം വചനം ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. പാരമ്പര്യത്തിന്റെ വേരുകളെ അറുത്തുവിടുന്ന വചനമെന്ന വാളിന്റെ ശക്തി അവിടെ ഇറങ്ങട്ടെ. റൂഢേറവന വിട്ടുപോകാതെ നിൽക്കുന്ന പൗരോഹിത്യ പാരമ്പര്യ ശക്തികളുടെ വേരുകളെ അറുത്തുവിടുന്ന വചനം വാളാകുന്ന വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ. കേൾക്കുന്നവരുടെ ചെവിയിൽ ഈ വചനം മുഴങ്ങട്ടെ. അചന അറകന അന്തര അതവരുടെ ആത്മാവിനെ സ്പർശിക്കട്ടെ, അവരുടെ ദേഹിയെ സ്പർശിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. അതിനോട് ചേർന്ന് നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. ഒരു ഹാലി കണക്ഷൻ ഇല്ലെന്ന് തോന്നുമെങ്കിലും നമുക്ക് പരിശുദ്ധാത്മാവിനെ കണക്ട് ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെ വായിച്ചാട്ടെ. അവർ ബത്സയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു. അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചേറെ അവൻ സൗഖ്യം പ്രാപിച്ചു. മിഴിച്ചു നോക്കി, എല്ലാം സ്പഷ്ടമായി കണ്ടു. നമുക്കറിയാം, അവർ ബെത്സയിദയിൽ എത്തിയപ്പോൾ സ്വത്രം യേശു എന്ത് ചെയ്തു? ബെത്സയിദയിൽ ഇപ്പൊ എത്തി. അവിടെ ഒരു കുരുടനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. യേശു കുരുടന്റെ കൈക്ക് പിടിച്ചു. എന്ത് ചെയ്തു? ഊരിന് എന്ന് പറഞ്ഞ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ കണ്ണിൽ തുപ്പി. എന്നാണ് കാര്യമുണ്ട്. ഈ ഗ്രാമത്തിനകത്ത് വെച്ച് ഈ കണ്ണിൽ തുപ്പിയാൽ ഉടനെ പരീക്ഷന്മാരോട് എഴുന്നേക്കും. ഇതെന്നാ പണിയെ കാണിച്ചു. ഹല്ലേലൂയ, സ്വത്രം. പക്ഷെ ഇത് ആരാ തുപ്പുന്നെന്നും ആരായി ചെയ്യുന്നെന്നും ഒന്നും അവരുടെ കണ്ണ് തുറന്നിട്ടില്ല. ഈ ആളിനെ തിരിച്ചറിയാൻ അവരുടെ കണ്ണ് തുറക്കാഞ്ഞത് കൊണ്ട് ഗ്രാമത്തിൽ വെച്ച് ഈ മനുഷ്യന്റെ കണ്ണെ തുപ്പിയാൽ അവിടെ വലിയ വിഷയം ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ കൈ പിടിച്ച് ഊരിന് പുറത്തു കൊണ്ടുപോയി. നമ്മുടെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈ വെച്ചു.
നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു. അവർ നടക്കുന്നത് മരങ്ങളെ പോലെ അത്ര. അവിടെ നിൽക്കട്ടെ. അപ്പം യേശു എന്ത് ചെയ്തു? ഗ്രാമത്തിന് പുറത്ത് ഈ മനുഷ്യന്റെ കൈ പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സ്വത്രം അവന്റെ കണ്ണിൽ തുപ്പി. എന്നിട്ട് കൈയെടുത്ത് കണ്ണെ വെച്ചു. എന്നിട്ട് ചോദിച്ചു, നീ വല്ലതും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞ്, കാണുന്നുണ്ട്, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷേ അവർ മരങ്ങൾ പോലെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് എന്റെ കാഴ്ച പൂർണ്ണമായില്ല. സ്വത്രം. ഹല്ലേലൂയ. എന്റെ കാഴ്ച പൂർണ്ണമായില്ല. ഇങ്ങനെ സ്വത്രം ക്ലിയർ അല്ലാത്ത ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിൽക്കുന്നത് മരം പോലെയാണ് നിൽക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നമ്മൾ റോമാലേഖനം വായിച്ച് മറക്കരുത്. 11-ാം അധ്യായത്തിൽ സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ എന്ത് ചെയ്തു? ആ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് കാട്ടൊലിവായിരുന്ന നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. അപ്പം കാട്ടുമരമായിരുന്നു നീ, ഞാനും നിങ്ങളും കാട്ടുമരമായിരുന്നു. എന്നെ നിങ്ങൾ എന്ത് ചെയ്തു? സ്വാഭാവിക മരത്തിന്റെ അല്ലെങ്കിൽ നാച്ചുറലായ ഒലിവ് മരത്തിന്റെ ഫലം കൊടുക്കാതിരുന്ന കൊമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് അവിടേക്ക് എന്നെ നിങ്ങളെ ഒട്ടിച്ചു. അങ്ങനെ ഒട്ടിച്ചപ്പോൾ നല്ല വളം ആഴത്തിൽ ഇറങ്ങിപ്പോയി വേര് നല്ല വളവും വെള്ളവും വലിച്ചെടുത്തോണ്ട് വന്നു. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ നല്ല വളവും വെള്ളവും ഈ വേര് വലിച്ചെടുത്ത് മുകളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തിരുന്നപ്പോൾ ഈ ഒട്ടിച്ചു ചേർത്ത കൊമ്പിലേക്കും ഇത് കയറി വന്നു. ജീസസ്. ഹല്ലേലൂയ. നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ ആ കൃപയാൽ നമ്മുടെ ഹൃദയക്കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ കേട്ട വചനം ഉറങ്ങിയിരുന്ന അല്ലെങ്കിൽ മരിച്ചിരുന്ന ആത്മാവിനെ തട്ടി ഉണർത്തി അത് ജീവിച്ചെഴുന്നേറ്റ് ഹല്ലേലൂയ കൊച്ചു കുഞ്ഞിനെ പോലെ, പ്രസവിച്ച ഉടനെ വരുന്ന കുഞ്ഞിനെ പോലെ അത് ചലിക്കാൻ തുടങ്ങി, അത് കരയാൻ തുടങ്ങി, പിന്നത്തേതിൽ അത് പാല് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ അത് വളർച്ച പ്രാപിച്ചതുപോലെ ഈ വേരിൽ നിന്ന് വന്ന നല്ല വളവും വെള്ളവും വലിച്ചെടുത്ത് നീ പൊട്ടി കിളിർക്കാൻ തുടങ്ങി. അവരുടെ പട്ടി ചെയ്ത് വെച്ചിരിക്കുന്നത് കിളിർക്കാൻ തുടങ്ങി. എന്നാൽ കിളിർത്ത് അതങ്ങോട്ട് വളർന്ന് കൊമ്പായി മാറി. ആ കൊമ്പിൽ ഫലം പുറപ്പെടുവിക്കേണ്ട സമയമായപ്പോൾ ഫലമില്ലാതെ പോയി. ജീസസ്. എന്നാ പറ്റിയെന്നറിയാവോ? ജീസസ് ഈ കൊമ്പുകളൊക്കെ പഴയ കൊമ്പുകളിൽ നോക്കി. പഴയ കൊമ്പുകൾ അവിടെ നിൽപ്പുണ്ടല്ലോ, വെട്ടിക്കളയാൻ കൊമ്പുകൾ. ആ കൊമ്പുകളെ നോക്കിയപ്പോ ആ കൊമ്പുകളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുക. നെയിലയൊക്കെ കൊഴുത്ത് ലേലയിൽ തഴിച്ച് നിൽക്കുക. അപ്പോൾ ഈ കൊമ്പ് എന്നാ പറഞ്ഞു? നിന്നെ അവിടെ നിർത്തിയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇപ്പത്തെ എന്നെ വടി ചെയ്ത് കണ്ടില്ലേ? ഞാൻ നല്ല ഫലം പുറപ്പെടും. ഇതൊക്കെ പറച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ, ഫലം ഉണ്ടായില്ല. യേശു വന്ന് തൊടാഞ്ഞിട്ടല്ല, യേശു വന്ന് തൊട്ടു. പക്ഷെ നീ കണ്ണ് തുറന്നിട്ട് കാണേണ്ടത് കണ്ടില്ല. നീ കണ്ടത് എങ്ങനെയാ? മനുഷ്യൻ മരം പോലെ നിൽക്കുന്നു. ജീസസ്. കാഴ്ചയുടെ പൂർണ്ണത വെളിപ്പെടാഞ്ഞത് നിമിത്തം കാണേണ്ടത് എവിടം പോലെയായി? മരം പോലെയായി പോയി. ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുകയാണ്. ഏറ്റെടുത്തോണം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ. കഴിഞ്ഞ നാളുകളിൽ സ്വാഭാവിക കൊമ്പുകളെ മാറ്റിയിട്ട് കാട്ടുമരമായി നിന്നെ വെട്ടിയെടുത്ത് ഈ നല്ല ഒലിവൃക്ഷത്തിൽ ഒട്ടിച്ചത് നല്ല ഫലം പുറപ്പെടുവിക്കാനാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയും. ഹല്ലേലൂയ. അപ്പം യേശുവിൽ കൂടെ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിച്ചാണ് നിന്നെ ഒട്ടിച്ചു ചേർത്തത്.
ജീസസ്. പക്ഷെ എന്ത് സംഭവിച്ചു? ആ കാഴ്ചയുടെ മണ്ഡലത്തിൽ ഉറങ്ങിക്കിടക്കായിരുന്നു. ഹാലേലൂയ. ഉറക്ക ഉണർന്ന് എഴുന്നേൽപ്പിച്ചു. പക്ഷേ എഴുന്നേറ്റ് വന്നിട്ട് കാണേണ്ട പോലെ അല്ല കണ്ടത്. എന്ന് പറഞ്ഞാൽ ആത്മക്കണ്ണ് തുറന്ന് ആത്മീയ അനുഭവങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ട സ്ഥാനത്ത് ആത്മീയ അനുഭവങ്ങളെ നോക്കാതെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നോക്കാതെ, ആരെങ്കിലും പറയുന്നത് കേട്ട് നീ വിമർശിക്കാനും കുറ്റം പറയാനും തിരിഞ്ഞപ്പോൾ നിന്റെ കാഴ്ച മങ്ങിപ്പോയി. ജീസസ്. എങ്ങനെ കണ്ടു? മനുഷ്യനെ മരം പോലെ കണ്ടു. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹാലേലി, ഒരുപാട് പേർക്ക് ഈ നാളിൽ സംഭവിച്ചത് ഇങ്ങനെ. ജീസസ്. ഹാലേ, നല്ല വലിയ മരത്തോടൊക്കെ ചേർത്ത് ഒട്ടിച്ച് കിളിർത്തുമൊക്കെ വന്നത്, നല്ല വലിപ്പമൊക്കെ വെച്ചു, കായിടാൻ സമയമായി. പക്ഷെ എന്നെ പറ്റി അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയപ്പോൾ ഹാലേലി അവരും ഇവരൊക്കെ പറയുന്നത് കേട്ട് അതിനെ ഏറ്റെടുക്കാനും അതിനെ വിമർശിക്കാനും കുറ്റം പറയാനും തുടങ്ങി. പ്രിയമുള്ളവർ, ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയും. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ നീ സത്യവചനത്തിലേക്ക് നോക്ക്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ രസിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പറയും. ലോകയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അകത്തുള്ളവരുടെ കാര്യം പറയുന്നത്. രസിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യത്തില്ല, നിത്യതയിലേക്ക് കൊണ്ടുപോകത്തില്ല. മറിച്ച് നിന്റെ കാഴ്ചയുടെ മണ്ഡലത്തിന് വിശാലത വരത്തില്ല, അല്ലെങ്കിൽ ആത്മതലത്തിന് മാറ്റം വരത്തില്ല. ജീസസ്. മാത്രമല്ല, ആത്മക്കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോവും. അതാ ഇവിടെ സംഭവിച്ചു. യേശു തൊട്ടതാന്നേ. യേശുവിനെ സ്നേഹിച്ചിട്ടാ എന്ത് ചെയ്തത്? അവനൊരു വേർപാട് കൊടുത്തു, ഗ്രാമത്തിൽ പുറത്തുകൊണ്ടുപോയി. നീ മാറി നിൽക്കണം. നീ ഇതിനകത്തുനിന്നാൽ നിന്നെ അവർ പരിഹസിക്കും, നീയും പരിഹാസിയാകും. അതുകൊണ്ട് അവരെ മാത്രമല്ല എന്നെയും പരിഹസിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് പുറത്തു പോവാ. അങ്ങനെ അവനെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി. കൈവച്ചതാ. ഒറ്റ കൈ തൊടലിൽ തന്നെ എന്ത് ചെയ്യേണ്ടതായിരുന്നു? പൂർണ്ണവിടുതൽ പ്രാപിക്കേണ്ടതായിരുന്നു. കാരണം മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാ കൈവച്ചത്. റോമാലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് വാക്യമാണ് ഞാൻ പറഞ്ഞത്. ജീസസ് മരിച്ചതിനെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും. അങ്ങനെയെങ്കിൽ പൊടി കൊഴിച്ച് തന്റെ രൂപത്തിലും സദൃശ്യത്തിലും ഒരു രൂപമുണ്ടാക്കിയിട്ട് തന്റെ ജീവശ്വാസം ഊതിക്കൊടുത്ത് മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തിന് ഒരു തൊടയിൽ തന്നെ എന്താകും? പൂർണ്ണവിടുതൽ. എന്നാൽ ഇവിടെ തന്നെ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു പോയി. അതിനിടയ്ക്ക് ഉൽപ്പത്തി 1 പറയുന്ന പോലെ, 1 എന്താ പറഞ്ഞു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം തുടങ്ങുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുന്നു. കണ്ടോ? അപ്പൊ 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനിടയിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. ആത്മീയമായി അതിനെ വിവേചിച്ചെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ചുമ്മാ വായിക്കുന്നവർ ചുമ്മാ വായിച്ചു പോകും. വലിയൊരു ഗ്യാപ്പുണ്ട്. ഇതുപോലെ യേശു ഒന്ന് തൊട്ടു പൂർണ്ണവിടുതൽ പ്രാപിക്കേണ്ട, പക്ഷെ അതിനിടയിൽ ഒരു ഗ്യാപ്പ് വന്നു. ഹല്ലേലൂയ. രക്തത്താൽ ജയമുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ എന്ത് കയറി? വിശ്വാസം കയറി. ഹല്ലേലൂയ. മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് പറ്റി? കാണേണ്ടത് വാസ്തവത്തിൽ ഇവൻ മനുഷ്യൻ മരം പോലെ നിൽക്കേണ്ടതല്ല എന്ന് കാണേണ്ടത് യേശുവിന്റെ ദൈവത്വമായിരുന്നു കാണുന്നത്. പുറമേയുള്ള ശരീരത്തിൽ കാണുന്ന യേശുവിന്റെ ദൈവത്വമായിരുന്നു ഇവൻ കാണേണ്ടിയിരുന്നത്. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മനുഷ്യൻ മരം പോലെ നിൽക്കുന്ന പലരും ഇങ്ങനെ അവസാനം എന്തു പറ്റും? ഒതുങ്ങിപ്പോകും. ആത്മക്കണ്ണ് കുരുടായി പോകും. കാണേണ്ടത് കാണത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞാൽ എത്ര പറഞ്ഞു കൊടുത്താലും കേൾക്കാൻ കഴിയാതെ പോകും. ചെവി കുരുടായി പോകും. ഹല്ലേലൂയ.
എന്നാൽ ഈ അടുത്ത പടി എനിക്ക് തോന്നുന്നു നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം നിശ്ചയമായും അവിടെ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ? നീ എന്തേലും കാണുന്നോണ്ട് ചോദിച്ചപ്പോൾ എന്നെ പറഞ്ഞു, മനുഷ്യനെ ഇവൻ നിലവിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിലവിളിച്ചിട്ടുണ്ട്. യേശുവേ എന്നെ സഹായിക്കുന്ന പത്രോസ് മൂക്ക് വരെ മുങ്ങിയപ്പം നിലവിളിച്ചതുപോലെ നിലവിളിച്ചിട്ടുണ്ട്. ആ നിലവിളിയുടെ മുമ്പിൽ എന്ത് ചെയ്തു? ആ ഒന്നുകൂടെ തൊട്ടു. അല്ലെങ്കിൽ ഒന്ന് തൊടേണ്ട, രണ്ടാമത് തൊടേണ്ട കാര്യമില്ലായിരുന്നു. ഒന്നുകൂടെ തൊട്ടു. അപ്പോൾ എന്താ സംഭവിച്ചു? കൈവച്ചേറെ അവനെ സൗഖ്യം പ്രാപിച്ചു. പൂർണ്ണമായി നിരീച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ഇനി ഊരിൽ കടക്ക പോലും അരുതേ എന്ന് അവൻ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് അയച്ചു. അല്ലേ? അപ്പൊ നീ എന്ത് ചെയ്തത്? ഈ ഗ്രാമത്തിൽ നീ കടക്കരുത്, നിന്റെ വീട്ടിൽ പോകണം. നിന്റെ നിത്യ വീട്ടിൽ എത്തണമെങ്കിൽ നീ ചിലടത്ത് മാറി നിൽക്കണം. നിന്റെ നിത്യമായ വീട്ടിൽ എത്തണമെങ്കിൽ ചിലടത്ത് മാറി നിൽക്കണം. ഹല്ലേലൂയ. കൊണ്ടുപോയി നിലവിളിച്ചു. ഞാൻ ഒന്നുകൂടെ പറയുന്ന പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ നിശ്ചയമായിട്ടും അവൻ നിലവിളിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഉദാഹരണം പറയാം. മർമ്മൂലയിൽ യേശു ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ താഴെ നിന്ന് 9 പേരുടെ അടുക്കൽ ഹല്ലേലൂയ അപസ്മാര രോഗിയെ കൊണ്ടുവന്നു, ചന്ദ്രരോഗം ബാധിച്ചവനെ കൊണ്ടുവന്നു. അതാണല്ലോ ഇന്നത്തെ അപസ്മാരം, ഫിക്സ്. ഹല്ലേലൂയ. 9 പേർക്ക് കഴിഞ്ഞില്ല അതിനെ വിടുവിക്കുവാൻ. അപ്പോ യേശു 3 പേരും കൂടെ വരുന്ന കണ്ടപ്പോൾ ഇവരെ ഓടിച്ചെന്നു. ഈ മകന്റെ അപ്പനെ ഓടിച്ചെന്നു, സഹായിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ കൂടുതലേ ഈ അപ്പൻ ഒരു നിന്നാൽ കഴിയുമെങ്കിൽ, ഉടനെ യേശു വെച്ചു, നിന്നാൽ കഴിയുമെങ്കിലും വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പൊ ഈ അപ്പൻ നിലവിളിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പൻ നിലവിളിച്ചു. ഇതുപോലെ ഈ കുരുടനും നിലവിളിച്ചു. ആ നിലവിളിച്ചപ്പോൾ യേശു രണ്ടാമതൊന്നുകൂടെ കൈ വെച്ചു. അവനെ കണ്ടുകൊണ്ടെന്ന് മറിയമുള്ളവരെ രണ്ടാമതൊരു സ്പർശനം. ഈ നാളുകളിൽ ക്ഷീണിച്ചു പോയോ? ആത്മീയ ക്ഷീണം ബാധിച്ചോ? ആഴത്തിൽ യേശുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് ചേർന്ന് ആഴത്തിലേക്ക് വേരിറക്കാൻ കഴിയാതെ, ആഴത്തിൽ നിന്നുള്ള വചനത്തിന്റെ മർമ്മങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാതെ, വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, ഭയപ്പാടോടെയാണോ നിൽക്കുന്നതെങ്കിൽ ഇന്ന് മുതൽ തിരിച്ചറിയേ, യേശു രണ്ടാമതൊന്നുകൂടെ തന്നെ തൊടുവാൻ അടുത്തിയല്ലേ. ആ ക്ഷീണങ്ങൾ മാറട്ടെ, ആത്മാവിൽ നിന്ന് ബലപ്പെടട്ടെ, ആത്മാവിലേക്ക് ഒരു അത്യന്ത ശക്തി ഇറങ്ങി വരട്ടെ. വചനം ഒടുവിൽ കർത്താവിലും, എഫെസ്യർ 6:10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവാൻ, യേശു ഒന്നുകൂടെ ഒന്ന് തൊടുവാൻ നമുക്ക് നടത്തിയെല്ലാം പ്രിയമുള്ളവരെ. യേശു ഒന്നുകൂടെ തൊടട്ടെ. ഹല്ലേലൂയ. കാട്ടൊലിവായി നിന്നെ എന്ത് ചെയ്തു? അവിടുന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് നല്ല ഒലിമരത്തോട് ചേർത്തൊട്ടിച്ചതാ. പക്ഷേ നല്ല ഒലിമരത്തിന്റെ ഫലം കൊടുക്കുവാൻ കഴിയാതെ ക്ഷീണിച്ചു പോയി. ആത്മീയ ക്ഷീണം വന്നു. ജീസസ് ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ഈ അന്ത്യനാളുകളിൽ കർത്താവ് ഒരവസരം തരുക, ഒരവസരം എടുത്ത് ഒന്നുകൂടെ തൊടുവാൻ അടുത്തു വരിക. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ഒരാർത്തി വരുന്നുണ്ടോ? എന്നെ കർത്താവെ ഒന്നുകൂടെ തൊടണം, ഒന്നുകൂടി എന്നും തൊടണമെന്ന് വിളിച്ചു പറയുവാൻ, നിലവിളിക്കുവാൻ ഒരാർത്തി വരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും യേശു നിങ്ങളെ ഒന്നുകൂടെ തൊടും. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. വലിയൊരു വൃക്ഷം അതിങ്ങനെ വിരിയാതെ നിൽക്കുന്ന കൂണ്, പെട്ടെന്ന് മനസ്സിലാവില്ല, വിരിയാതെ നിൽക്കുന്ന കൂണ് ഇങ്ങനെ ഇരിക്കാതെ, അത് വലിയ വൃക്ഷം പോലെ നിന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു വൃക്ഷം പടർന്ന് പന്തലിച്ചതുപോലെ
ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തന്നെ ഒരു തീ കത്തി കാളി കയറുകയാണ്. എന്തിനാ? ആ വേണ്ടാത്ത വൃക്ഷത്തെ കത്തിച്ചു കളയാൻ. ജീസസ് കാട്ടത്തി പോലെ കയറിയ അവിശ്വാസത്തിൻ്റെതായ അനുഭവങ്ങൾ, ആത്മാവിൽ ക്ഷീണിച്ചു പോയ അനുഭവങ്ങൾ, ഹല്ലേലൂയ ആത്മീയമായി ഉറങ്ങിപ്പോയ അനുഭവങ്ങൾ, പ്രാർത്ഥനയില്ലാതെ വചനം വായനയില്ലാതെ ദുഷ്ടൻ ഒതുക്കി കളഞ്ഞപ്പോൾ ഇന്നു പകൽ തിരിച്ചറിയട്ടെ, കാട്ടൊലിവായത് നിന്നെ നല്ല ഒലിവുമരത്തോട് ചേർത്ത് ബഡ്ഡി ചെയ്തത് നല്ല ഒലിവുമരത്തിന്റെ യേശുവിൽ നിന്നുള്ള ഫലം പുറപ്പെടുവിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആർത്തിയോടെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ ഒന്നുകൂടി യേശുത്തോട് ഒരിക്കൽ നിങ്ങളെ തൊട്ടതാ, വെടിവിച്ചതാ. പക്ഷേ ഹല്ലേലൂയ കാഴ്ചയുടെ മണ്ഡലം വികലമായി പോയി. അതുകൊണ്ട് ആ മനുഷ്യനെ മരം പോലെ കണ്ടത്. കാഴ്ചയുടെ മണ്ഡലം വികലമായി പോയി. വേണ്ടാത്തതെല്ലാം കേട്ടു, വേണ്ടാത്തതെല്ലാം കണ്ടു. ഹല്ലേലൂയ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലോ ദൈവവചനത്തിന്റെ വിശുദ്ധിയിലോ ഒത്തതല്ല കേട്ടത്. അതുകൊണ്ട് തന്നെ പതറിപ്പോയി. അതാണോ ശരി, ഇതാണോ ശരി? സംശയമായി. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ഒലിവുമരത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം വെളിപ്പെട്ടു വരുവാൻ, ഒന്നുകൂടെ യേശു നിങ്ങളെ തൊടുവാൻ. യേസ് ഹല്ലേലൂയ ഒരു സെക്കൻഡ് ടച്ച്, രണ്ടാമതൊന്നുകൂടെ യേശു തൊടുവാൻ നമുക്കൊന്ന് അടുത്ത്. ഇത് അന്ത്യനാളുകളാ, മറക്കണ്ട. ഹല്ലേലൂയ ശക്തമായി നിന്നെങ്കിലേ പറന്നു പോകാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ മറുവശത്ത് ശക്തമായി നിന്ന് പീശാചി പോരാടി നിന്നെ എവിടെ ഒട്ടിച്ചു ചേർത്തോ അവിടുന്ന് വെട്ടി താഴെ ഇടും. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഈ ദിവസം ഉണർന്ന് പ്രാർത്ഥിക്കാം, ഉണർന്ന് ജാഗരിക്കാം, വചനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഹല്ലേലൂയ സ്തോത്രം. വചനം എന്ന് പറയുമ്പോൾ ആഴമുള്ള കിണറ്റിലെ വെള്ളം പോലെയാ, ആഴമുള്ള കിണറ്റിൽ കിടക്കുന്ന വെള്ളം പോലെയാണ് ദൈവവചനം. അല്ലെ സമുദ്രം പോലെയാണ്. അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിൽ നിന്ന് കോരിയെടുക്കുന്ന പോലെ യേശുവിൽ വേരൂന്നുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നവരെ ഒരു വലിയ വിടുതൽ ഈ നാളുകളിൽ വെളിപ്പെടട്ടെ. ഒരു വലിയ ആത്മീയ സന്തോഷം ഓരോരുത്തരുടെ ഉള്ളത്തിൽ വ്യാപരിക്കട്ടെ. ചുറ്റുവട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടും കേട്ടും, ഹല്ലേലൂയ നമ്മളെ വചനത്തിൽ വായിക്കുന്നില്ല, ദുഷ്ടത കണ്ടും കേട്ടും വലഞ്ഞുപോയ നീതിമാനായിരുന്നു ആര്? ലോത്ത്. ദുഷ്ടത കണ്ടും കേട്ടും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? വലഞ്ഞുപോയി. അങ്ങനെ ചുറ്റുവട്ടം നടക്കുന്ന ദുഷ്ടത കണ്ടും കേട്ടും വലഞ്ഞു പോകാനല്ല, അതിൻ്റെ മധ്യത്തിൽ വീറോടെ നിന്ന് ഉറപ്പോടെ നിന്ന് ദൈവകൃപയിൽ സന്തോഷിക്കുന്ന ഒരനുഭവം പ്രാപിക്കുവാൻ, ആ നല്ല ഒരു മരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മളെ കാണുമ്പോൾ യജമാനൻ സന്തോഷിക്കുന്നു. സ്വാഭാവിക മുമ്പുകളെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് ഈ കാട്ടൊലിവായിരുന്ന ഇവരെയൊക്കെ ആ നല്ല മരത്തോട് ചേർത്തൊട്ടിച്ചപ്പോൾ, ബഡ്ഡി ചെയ്തപ്പോൾ അവരെല്ലാം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. എത്ര സന്തോഷം! യജമാനൻ എത്ര സന്തോഷം! യജമാനന് സന്തോഷം വരുത്തുവാൻ ഈ നാളുകൾ പ്രിയമുള്ളവരെ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ കാൽവറിയിൽ പരമയാഗമായി തീർന്ന യേശു കർത്താവ് മുടക്കിയ വില, അല്ലേ എന്നെ നിങ്ങളെയും ആ നല്ല മരത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കുവാൻ ഒരു വില മുടക്കിയിട്ടാണ് അത് ചെയ്തത്. വെറുതെ അങ്ങ് വെട്ടി ഒട്ടിക്കല്ലായിരുന്നു. ഹല്ലേലൂയ വലിയൊരു വില കൊടുത്തിട്ടാണ് എന്നെ നിങ്ങളെയും ആ നല്ല ഒരു മരത്തിലേക്ക് ചേർത്തൊട്ടിച്ച. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങോട്ട് അടുത്തില്ല. യേശു ഒന്നുകൂടെ വന്ന് തൊടട്ടെ, ഒന്നുകൂടെ വന്ന് തൊടട്ടെ. ആത്മാവിന്റെ പവർ നമ്മുടെ മേലൊന്ന് ശക്തമായി വെളിപ്പെടുവാൻ, ഒന്നുകൂടെ ഒന്ന് തൊടുവാൻ നമുക്ക് അടുത്തില്ല. ഒന്ന് നിലവിളിക്കാം. ഫിക്സ് രോഗിയുടെ അപ്പൻ നിലവിളിച്ചതുപോലെ, ഈ കുരുടൻ നിലവിളിച്ചതുപോലെ
നമുക്കൊന്നുകൂടെ നിലവിളിക്കാം. നമ്മുടെ മേൽ ആ അത്യന്ത ശക്തി ഒന്നുകൂടി ഇറങ്ങി വരട്ടെ. ഈ അന്ത്യനാളുകളിൽ നിൽക്കുവാൻ തക്കവണ്ണം, ബലത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ, ആ രണ്ടാമതൊരു സ്പർശനം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പൗരേറുവരെ അറകക്ഷയുടെ വേദപ്രവരക റംഷേറുവരെ ഹന്തൽപ്രവര റൗഷക്കറുക ആർച്ചേറുവരെ അടരകടക്ക വരേതക രാജക റന്തൽ കടകര റൗഷാറവര അടകാറവര. ചിലരുടെ ശരീരങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ഓ തീയുടെ സ്പർശനം ചിലരുടെ മേൽ ഇറങ്ങുന്നുണ്ട്. അർക്ക രാജ റഗതന അജന റഗതന ഹന്തല അസ്തര ക്ഷമരകടക്ക വരേതക രാജക റന്തൽ കടകര റൂഡാറവര ഹടകാറവര അടകാറവര. ചില ഭവനങ്ങളോട് ചില കുടുംബങ്ങളോട് വാദിച്ചു നിൽക്കുന്ന മണ്ണിന്റെ അവകാശങ്ങൾ യൂറാവര, അതിന്മേൽ ദൈവശക്തി ഇറങ്ങുകയാണ്. ഉറകാറവര അർത്ഥാരാജ ഹന്തലപ്രവര റൗഡപ്രവര റീബൽക്കറുക അർത്ഥര റിഗതര ഹന്തലപ്രവര. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. റൂഡാറവര ഹറകാരാജ അർത്ഥന റിഗതന ഹന്തലപ്രവര. യാത്രകളെ തടയുന്ന ദൂട്ടപ്പോരുകൾ തടയും. സർവശത്തിന്റെ തീയിറങ്ങട്ടെ, തീയിറങ്ങട്ടെ. യാത്രകളെ തടയുന്ന ദൂഷ്ടപിശാചിനെ ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നത് തീയിറങ്ങട്ടെ. ഉടക അറകതര ഹത്തുര അന്തരകരകര ഹർഷാറവര അറകാരാജ അൽക്കന റിഗതന അടപനഘടകവർ അന്തപ്രവര. ഓ നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഓ നന്ദി പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കും. അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ആത്മാവിൽ സന്തോഷിപ്പാൻ ഞങ്ങളോട് കൃപ തോന്നിയല്ലേ, നന്ദിയോടെ സ്തുതിക്കും. തുടർന്ന് കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ ഞങ്ങളോട് ഇടപെട്ടല്ലോ, നന്ദിയോടെ സ്തുതി. കേട്ട വചനങ്ങൾ ഒഴുകിപ്പോകാം, അത് ഞങ്ങളുടെ ഉള്ളിൽ നിലനിന്ന് ക്രിയ ചെയ്തു അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. യേശുവേ, ഈ അന്ത്യനാളുകൾ ഞങ്ങളെ ഒരിക്കൽ കൂടെ തൊടണമേ, ഒരിക്കൽ കൂടെ ഞങ്ങളെ തൊടണമേ. അങ്ങയുടെ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺപാത്രങ്ങളിലേക്ക് പകരണം. റൂഡാപരക ബൗഡാറമര. വിവിധ നിലകളിൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കഷ്ടമനുഭവിക്കുന്നവരുണ്ട്, ഓ സമാധാനമില്ലാത്തവരുണ്ട്, സന്തോഷമില്ലാത്തവരുണ്ട്, തകർന്നിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഓ പണിയണമേ കർത്താവേ, ഓരോരുത്തരെയും പണിയണം. യേശുവിന്റെ ദിവ്യ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഇപ്പോൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും ഇറങ്ങട്ടെ. ആകുലങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, ഇവിടെ എല്ലാവരുടെയും മനസ്സ് ഫ്രീ ആകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ പിതാവേ. കോവാതിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. കോവാതിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, വേഗം വരിക.